അപ്പം ഞങ്ങൾ പുലർച്ചെ 5:30 തന്നെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ നടന്ന് തിരിച്ചു വരും. തിരിച്ചെത്തിയ പാടെ ഞാൻ ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള, അപ്പോൾ അത് 2-3 ദിവസമായി കുടിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഓരോ ഫുഡ് ഐറ്റംസ് വെയ് ചെയ്തിട്ട് അത് ട്രാക്ക് ചെയ്യുന്നത്, ഹെൽത്തിഫൈ മീൽ ട്രാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ചിലത് നമ്മൾ വെയ് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ഇന്ന് പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ പുറത്ത് പോകുമ്പോൾ കഴിച്ചതും അത് നമുക്ക് വെയ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു ഏകദേശ കണക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ടയും ചമ്മന്തിയും ചെറുപയർ കറിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ വെയിറ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതിൽ കാണുന്നുണ്ടാകും. അപ്പോൾ ഇത് കൊഴുക്കട്ട, ഇതിൽ കൊടുക്കുന്ന കൊഴുക്കട്ട നമ്മൾ ഈ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന, അവിടെ പിക്ചർ കാണുന്നില്ലേ, അതുപോലത്തെ സാധനമാണ്. പക്ഷെ ഞങ്ങൾ അതൊന്നും അല്ല ഉണ്ടാക്കിയത്. ബട്ട് കൊഴുക്കട്ട ഇതിൽ അതേ കാണുന്നുള്ളൂ. മീൻസ് ഭയങ്കര കാലറി ഉള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാനത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത്ര കാലറി എന്തായാലും ഉണ്ടാവില്ല. 500 എന്നൊക്കെ പറയുന്നത് ഹൈ കാലറി ആണ്. പിന്നെ അതിൻ്റെ കൂടെ കോക്കനട്ട് ചമ്മന്തി, മീൻസ് തേങ്ങാ ചമ്മന്തി. ആക്ച്വലി ഞാൻ ഈ ഹെൽത്തിഫൈ മീ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, കാർബ്സ്, പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റ്സ്, ഇതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുമായിരുന്നു, എത്ര കഴിച്ചു, എത്ര കഴിക്കണം എന്നൊക്കെ ഉള്ളത്. ബട്ട് ഇപ്പോൾ അത് ഇവർ പെയ്ഡാക്കി കളഞ്ഞു. ബട്ട് പെയ്ഡാക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെറുപയർ കറി ഇപ്പോൾ എടുത്തു, അപ്പോൾ നമ്മൾ ഗ്രാംസ് ഒക്കെ കൊടുത്ത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അണ്ടറിൽ തന്നെ പ്രോട്ടീൻ, ഫാറ്റ്സ്, ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ അതിൻ്റെ അണ്ടറിൽ കൊടുത്തത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ലൈമ് കുടിച്ചായിരുന്നു. ലൈമും വിത്ത് ഷുഗർ തന്നെയാണ്, വിത്തൗട്ട് ഷുഗർ ഒന്നും കുടിക്കാനുള്ള മനസ്സൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസം നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത് അതിനനുസരിച്ച് ട്രാക്ക് ചെയ്യുക. നമ്മൾ നമ്മുടെ ഡയറ്റിൽ നോർമലി നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട്, അത് എത്ര കാലറി ടോട്ടൽ ആവുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വലിയ മാറ്റമൊന്നും വരുത്താതെ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഫുഡും പുറത്ത് തന്നെ കഴിക്കേണ്ടി വന്നു. അപ്പം ഞങ്ങൾ നോൺ വെജ് കഴിക്കില്ലായിരുന്നു അന്നത്തെ ദിവസം. അതുകൊണ്ട് വെജ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു ഗ്രീൻ സാലഡ് എന്നും പറഞ്ഞ് കണ്ടപ്പോൾ അതും ഓർഡർ ചെയ്തായിരുന്നു. ബട്ട് ഗ്രീൻ സാലഡ് വന്നത് ഈ കുക്കുംബറും ക്യാരറ്റും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവല്ലോ വെയിറ്റ്. നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി കഴിക്കുകയാണ് ചെയ്തത്. അതുപോലെ സാലഡ്സും ഒരു പ്ലേറ്റ് വാങ്ങിച്ച് രണ്ടാളും കൂടി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഏകദേശം നമുക്ക് ഒരു വെയിറ്റ് എത്രയാണെന്ന് തോന്നുന്നത്, അതിനനുസരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ അണ്ടറിൽ നമുക്ക് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബ്സ് ഒക്കെ കാണാൻ പറ്റും. ബട്ട് ഓരോ ഫുഡ് ഐറ്റംസിനെയും നമ്മൾ നോക്കേണ്ടി വരും. അപ്പം ഇനി വരുന്നത് ഡിന്നർ ഞാനൊരു 7-7:30 കഴിച്ചിട്ടുണ്ട്. ബട്ട് ഇത്ര ലേറ്റ് ആവാറില്ല. അപ്പം ഇന്ന് ചക്കപ്പുഴുക്കായിരുന്നു. ചക്കപ്പുഴുക്ക് ഇതിലിപ്പോൾ എന്ത് കൊടുത്താലും വരുന്നുണ്ട്. അപ്പം ചക്കപ്പുഴുക്ക് കൊടുത്തു, അതിൻ്റെ ഗ്രാംസ് ഒക്കെ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്തു. കുറച്ച് കാലറി കൂടുതലാണ്, ബട്ട് ഫൈബർ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് കാപ്സും ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പിക്കിളും കൂടി ഉണ്ട്, അതൊരു 10 ഗ്രാം. അതിനത്ര കാണ്ട് കാലറിയും കാര്യങ്ങളൊന്നും വരില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പറ്റുന്നത് പോലെ ഒഴിവാക്കണം. സത്യം പറഞ്ഞാൽ ഡിന്നർ കുറച്ച് ഹെവി ആയിപ്പോയി. ഇത് ബ്ലാക്ക് ടീ വിത്ത് ഷുഗർ ആണ്. പിന്നെ ഈ അവിൽ കുഴച്ചതും 2 പഴവും ഈ ബ്ലാക്ക് ടീ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കാറ്. പിന്നെ അതിൻ്റെ കൂടെ ഡാഡി നിലക്കടല കഴിക്കുന്ന കണ്ടപ്പോൾ കുറച്ച് എൻ്റെ പ്ലേറ്റിലേക്കും കൂടി ഇടാൻ പറഞ്ഞു. ആക്ച്വലി ഈ ചക്കപ്പുഴുക്കും അവിൽ കുഴച്ചതും രണ്ടും ഹൈ കാലറി ഫുഡ്സ് ആണ്. പിന്നെ ഇത് ഞാൻ കഴിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചക്കപ്പുഴുക്ക് റിച്ച് ഇൻ ഫൈബർ, അതുകൊണ്ട് അത് കഴിച്ചു. പിന്നെ ഈ അവിൽ ഞാൻ അനീമിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ. അപ്പോൾ ബ്ലഡ് വെക്കാൻ വേണ്ടിയിട്ട് അവിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിൽ അതുകൊണ്ടാണ് കഴിച്ചത്. പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ അന്നപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ അങ്ങ് കഴിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കാലറി ഇൻടേക്ക് എത്രയാണ്, എങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതുപോലെ ട്രാക്ക് ചെയ്ത് വെക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി മെറ്റബോളിസവും ആക്ടിവിറ്റി ലെവലൊക്കെ അനുസരിച്ച് ഇത്ര കാലറി ഇൻടേക്ക് ചെയ്യണമെന്നുണ്ടാവും. ആ ഒരു ബോഡി വെയിറ്റ്, ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാലറി ഇൻടേക്ക് ആണ് അതിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ കാലറി ഡെഫിസിറ്റിലൂടെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ലെവലും എൻ്റെ ഒരു വെയിറ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് 2100 ആണ് എൻ്റെ കാലറി ഇൻടേക്ക് എങ്കിൽ, എനിക്കിപ്പോൾ വെയിറ്റ് ലോസ് ആണല്ലോ, അപ്പോൾ ഒരു കാലറി ഡെഫിസിറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഒരു 500 എങ്കിലും കുറച്ചിട്ടായിരിക്കും കാലറി നമ്മൾ സെറ്റ് ആക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു 1700-ൻ്റെ ഉള്ളിൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയൊക്കെ ഫുഡ് കാലറീസ് ട്രാക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫുഡ്സൊക്കെ ട്രാക്ക് ചെയ്യുക. നമ്മൾ നോർമലി കഴിക്കുന്ന ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആ ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ.